ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ പിടികൂടാനാകാതെ വട്ടം കറങ്ങി കേരള പോലീസ്. ഒളിവ് ജീവിതം 10ാം ദിവസത്തിലേക്ക് കടന്നിട്ടുമാണ് പിടികിട്ടാതെ രാഹുൽ ഒളിച്ചു കളിക്കുന്നത്. രാഹുൽ എവിടെയെന്നതിൽ ഒരു വ്യക്തതയും പോലീസിനില്ല. ബംഗളൂരുവിൽ തന്നെ ഉണ്ടാകാമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം അവിടെ തുടരുകയാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ കീഴടങ്ങാനുള്ള സാധ്യതയും കുറഞ്ഞിരിക്കുകയാണ്. കർണാടകയിലെ വൻ സ്വാധീനമാണ് രാഹുലിനെ പിടികൂടാൻ തടസ്സമെന്നാണ് പോലീസ് പറയുന്നത്. രാഷ്ട്രീയ സഹായവും രാഹുലിന് ലഭിക്കുന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നു. പോലീസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് രാഹുൽ മുങ്ങുന്നത് സംശയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ വിഷയം നിലനിർത്താനായി മനഃപൂർവ്വം പിടിക്കുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. രാഹുലിനെ പിടികൂടേണ്ടെന്ന അന്വേഷണ സംഘത്തിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും ആരോപണം ശക്തമാകുന്നുണ്ട്. അതിർത്തി ജില്ലകളിലെ ചെക്ക് പോസ്റ്റുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. കാസർഗോഡ്, മംഗലാപുരം ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ ഹോട്ടലുകളിലും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ ജില്ലകളിലെ റിസോർട്ടുകളും ഹോട്ടലുകളും SIT റഡാറിലുണ്ട്. ജില്ലകളിലെ പ്രാദേശിക നേതാക്കളും അന്വേഷണ പരിധിയിലാണ്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ സഹായികളെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അന്വേഷണം നടക്കും. കൂടുതൽ സഹായികളെയും റിസോർട്ട് ഉടമകളെയും കണ്ടെത്തിയെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. നിരപരാധിയെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നുമാണ് ഹർജിയിലെ പ്രധാന വാദം. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് പരാതിക്കാരിയുമായുള്ള ബന്ധം. സ്വന്തം തീരുമാനപ്രകാരമാണ് പരാതിക്കാരി ഗർഭഛിദ്രം നടത്തിയത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല പരാതി നൽകിയത്. എല്ലാ കാര്യങ്ങളിലും അന്വേഷണ സംഘത്തിന് വിശദീകരണം നൽകാൻ തയ്യാറാണ്. അന്വേഷണത്തിന് തന്നെ കസ്റ്റഡിയിലെടുക്കേണ്ട കാര്യമില്ല. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. കേസിലെ രേഖകൾ തനിക്ക് ലഭ്യമാക്കിയിട്ടില്ല. തെളിവുകൾ നൽകാൻ സാവകാശം വേണം. വാദം സാധൂകരിക്കാനായില്ലെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാണെന്നും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലുണ്ട്. അതേസമയം കേസിലെ അതിജീവിതയെ അപമാനിച്ചെന്ന പരാതിയിൽ റിമാൻഡിലുള്ള രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജിയും ശനിയാഴ്ച വാദം തുടരും. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിശദമായ വാദം കേൾക്കുക. കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും രാഹുൽ ഈശ്വർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. ഇനിയും നിരവധി തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അതിജീവിതയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ പ്രതിയെ രാഹുൽ ഈശ്വർ സഹായിക്കുകയാണ്. രാഹുൽ ഈശ്വർ വീഡിയോ പ്രചരിപ്പിച്ചതിന് മതിയായ തെളിവുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ അതിജീവിതയെ ആക്ഷേപിക്കുന്ന തരത്തിൽ യാതൊന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വാദം. ആക്ഷേപമുണ്ടെങ്കിൽ അടുത്തിടെ ചെയ്ത മുഴുവൻ വീഡിയോയും നീക്കം ചെയ്യാം. അന്വേഷണത്തിലൂടെ പൂർണ്ണമായും സഹകരിക്കാം തുടങ്ങിയ വാദങ്ങളായിരുന്നു രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ നിർത്തിയത്. സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നിലനിൽക്കുന്നതിനിടെ അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ സെഷൻസ് കോടതിയിലെ ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകിയ ശേഷമാണ് ജാമ്യത്തിനായി അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് എന്ന് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. കൂടാതെ യുവതി നടപടിക്രമങ്ങൾ പാലിച്ചല്ല പരാതി നൽകിയതെന്നും താൻ എല്ലാ കാര്യങ്ങളിലും അന്വേഷണ സംഘത്തിന് വിശദീകരണം നൽകാൻ തയ്യാറാണ്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതക്കാരനാണെന്ന് മുഖ്യമന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മുകേഷിന്റെയും പീഡന പരാതികൾ തമ്മിൽ താരതമ്യമില്ലെന്നും MV ഗോവിന്ദനും പറഞ്ഞു. മാങ്കൂട്ടത്തിലിനെ ചൊല്ലി രാജ്യസഭയിൽ ഇടതു കോൺഗ്രസ് അംഗങ്ങൾ നേർക്കുനേർ പോരടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്നത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാഹുലിന് വെട്ടുകിളിക്കൂട്ടം സംരക്ഷണമൊരുക്കിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കോൺഗ്രസിന്റെ സംരക്ഷണത്തിലാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് രാഹുലിനെ പുറത്താക്കിയത്. രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിച്ചെന്ന് CPI MP സന്തോഷ് കുമാർ രാജ്യസഭയിൽ ആരോപിച്ചു. എതിർത്ത കോൺഗ്രസ് MP ജയറാം രമേശ് CPI നേതാക്കൾക്കെതിരെയും ആരോപണമുണ്ടെന്ന മറുപടി നൽകിയതോടെ പ്രതിഷേധം ശക്തമായി. CPM MP ജോൺ ബ്രിട്ടാസാണ് വിഷയം ആദ്യം ഉന്നയിച്ചത്. സഹപ്രവർത്തകർ മേഘാവൃതമായ അന്തരീക്ഷം സൃഷ്ടിച്ചതിനാൽ JB മേത്തർ സംസ്ഥാനത്ത് മൗനം പാലിക്കുകയും സഭയിൽ വാചാലാവുകയും ചെയ്യുന്നുവെന്നായിരുന്നു ബ്രിട്ടാസിന്റെ പരിഹാസം. അതിനിടെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.